പേവിഷബാധ പ്രതിരോധം തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാം എന്ന സന്ദേശം നൽകിക്കൊണ്ട് ലോക പേവിഷബാധ പ്രതിരോധ ദിനം കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആചരിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി RMO ഡോക്ടർ പ്രതീക്ഷ പുളിക്കുഴി അധ്യക്ഷയായി. ഡോക്ടർ KI ഷെർലി വിഷയാവതരണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ആശംസകൾ പറഞ്ഞു. തുടർന്ന് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കുമായി പേവിഷബാധ പ്രതിരോധ പ്രതിജ്ഞയും ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചൊല്ലിക്കൊടുത്തു. നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് യോഗത്തിൽ കൃതജ്ഞത അറിയിച്ചു. യോഗത്തെ തുടർന്ന് KVM കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന ദിനത്തിൻ്റെ പ്രാധാന്യമോതുന്ന സ്കിറ്റ് ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ രണ്ട് എൻഡേറ്റിയാണ് ഇതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് ഉണ്ടാവാതെ പ്രതിരോധിക്കാം, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഫേറ്റിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പേവിഷബാധ ഉണ്ടായ ആൾ മരണത്തിന് കീഴടങ്ങും. അപ്പം ഉണ്ടാവാതിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഇതിന് ഫേസ്, ഈ രണ്ടിതാണുള്ളത്. അപ്പം നമുക്ക് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് ഈ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആൾക്കാർക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക. പിന്നെ ഈ പേവിഷബാധ ഉറപ്പായിട്ട് അറിയാമല്ലോ, മൃഗങ്ങൾ വഴിയാണ് നമുക്ക് വരുന്നത്. ഈ മൃഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. അത് മെയിൻ ഒരു തടസ്സമാണ് നമുക്ക്. അപ്പം അതും ഈ ഒരു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുള്ള ദിനങ്ങളിൽ നമുക്കതിനെ ഫേസ് ചെയ്ത് മാറ്റപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജനങ്ങളിലേക്കുള്ള എത്തിച്ചു നൽകാനുള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെർലി മാഡം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിമിഷം ഓർമ്മ വരികയാണ്. നമ്മുടെ ഹരിപ്പാട് ഒരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ആ ഒരു അപകടം ഉണ്ടായി ആശുപത്രി വന്നു. അന്ന് ആ കുട്ടി പ്രതിരോധ മരുന്ന് എടുത്തിരുന്നില്ല. പക്ഷെ അന്ന് ആ കുട്ടി അറിഞ്ഞിരുന്നില്ല ആ കുട്ടിക്ക് പട്ടിയുടെ കടി ഏറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇവൻ മണ്ണിൽ കൂടൊക്കെ മറിഞ്ഞുപോയി. ആശുപത്രി വന്നു പറഞ്ഞത് അവൻ വീണൂന്നേ പറഞ്ഞുള്ളൂ. വീട്ടുകാരോടും വീണൂന്നേ പറഞ്ഞുള്ളൂ. ആശുപത്രിയിൽ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ ഈ പട്ടിയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞതേ ഇല്ലാത്തതുകൊണ്ട് അവരാരും ആ ഒരു പ്രതിരോധ മരുന്ന് കൊടുത്തില്ല. പക്ഷെ ആ കുട്ടിക്ക് ഇതുപോലെ പേവിഷബാധ വന്നു. അവന് 10 ദിവസത്തിനകം തന്നെ മരിക്കുകയും ചെയ്തു. 100% മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവെപ്പും ആവശ്യമായ മറ്റു ചികിത്സകളെ കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് എനിക്കറിയാം. വന്യമൃഗങ്ങൾ ഉൾപ്പെടെ അവയ്ക്കുള്ളവയുടെ സ്രവങ്ങളിലൂടെ രോഗങ്ങൾ പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. അപ്പോൾ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് കഴുകിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി പ്രതിരോധ കുത്തിവെപ്പും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റു ചികിത്സകളും സ്വീകരിക്കും. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് വളർത്തുമൃഗങ്ങൾക്ക് നൽകുവാൻ രക്ഷിതാക്കളെ ഞാൻ ഓർമ്മിപ്പിക്കും. ഈ അറിവുകൾ മാതാപിതാക്കളോടും കൂട്ടുകാരോടും ഞാൻ പങ്കുവെക്കുമെന്നും പേവിഷബാധ മരണമില്ലാത്ത ഒരു ലോകത്തിനായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ.